സംസ്ഥാനത്ത് ആന എഴുന്നള്ളത്തിന് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള ഹൈക്കോടതി വിദഗ്ധ സമിതി റിപ്പോർട്ട് കണ്ടില്ലെന്ന് മന്ത്രി കെ.വി. ഗണേഷ് കുമാർ. വിദഗ്ധ സമിതിയുടെ അഭിപ്രായം കോടതി ബ്ലൈൻഡായിട്ട് അംഗീകരിച്ചാൽ അരിക്കൊമ്പന്റെ സ്ഥിതിയാകുമെന്നും മന്ത്രി പറഞ്ഞു. ആന എഴുന്നള്ളിപ്പിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രായോഗികമല്ലെന്നായിരുന്നു ആന ഉടമകളുടെ പ്രതികരണം. വിദഗ്ധ സമിതി കൊടുത്തല്ലേ ഉള്ളൂ. അവിടെ ഇനിയും എല്ലാവരും അഭിപ്രായങ്ങൾ കോടതി കേൾക്കുമല്ലോ. കേട്ടിട്ട് വിദഗ്ധ സമിതി കൊടുത്ത് ബ്ലൈൻഡായിട്ട് വിദഗ്ധ സമിതിയെ സ്വീകരിച്ചാൽ അരിക്കൊമ്പൻ്റെ സ്ഥിതിയാവും. അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല. ഇപ്പോൾ അരിക്കൊമ്പൻ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ ജനങ്ങളെല്ലാവരും മാധ്യമങ്ങളും കരയുകയാണ്. ഏതാണ് കാരണം? ഹൈക്കോടതിയിൽ വന്നിട്ട് വിദഗ്ധന്മാർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ആന തമിഴ്നാട്ടിലായത്. അതുപോലെ പഠിച്ചിട്ടേ കോടതി ചെയ്യത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. കാരണം 2012 നാട്ടാന പരിപാലന ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോലും തെറ്റാണെന്നുള്ള രീതിയിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. തൃശ്ശൂർ പൂരം പോലുള്ള പൂരങ്ങളിൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ആ മീറ്റർ പറയുന്ന സമയത്ത് ഇത്ര മീറ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നടപ്പിലാക്കാനായിട്ട് സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിഥികളായി നമ്മോടൊപ്പം വിവേക് കെ വിശ്വനാഥ്, വാക്കിംഗ് ഐ ഫൗണ്ടേഷന്റെ പ്രതിനിധി, ഒപ്പം തിരുവമ്പാടി ദേവസ്വത്തിന്റെ സെക്രട്ടറി ശ്രീ ഗിരീഷ് കുമാറും തത്സമയം ചേരുന്നുണ്ട്. ടി എൻ പ്രതാപൻ MP, വനമന്ത്രിയൊക്കെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെടും. കാരണം വളരെ കർശനമായ വ്യവസ്ഥകളാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. ശ്രീ വിവേക് വിശ്വനാഥിലേക്കാണ് ആദ്യം. വിവേക്, വളരെ കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ അല്ലെങ്കിൽ അങ്ങനെ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഈ സമിതി മുന്നോട്ട് വയ്ക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കാരണം 10 മീറ്റർ ജനങ്ങളിൽ നിന്നുള്ള അകലം എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു രീതിയിലേക്ക് വരികയാണ്. 5 മീറ്റർ ആനകൾ തമ്മിലുള്ള അകലം വരുമ്പോൾ അതും വലിയ അർത്ഥത്തിൽ അങ്ങനെ ഒരുപാട് നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഈ ഏത് സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു നിർദ്ദേശങ്ങൾ വരുന്നത്? ആന ഉടമകളെ സംബന്ധിച്ചിടത്തോളം, ആന ഉടമകളെ സംബന്ധിച്ച് അവർ പറയുന്ന കാര്യം ഇതിൽ പ്രായോഗിക വശങ്ങൾ ഇല്ലാതെ ഒരു അടമൻ സ്റ്റാൻഡ് പോലെയാണ് വരുന്നത്. ഇനി ചർച്ചകൾക്കൊക്കെ വിധേയമാക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. എന്താണ് താങ്കളുടെ നിലപാട്, താങ്കളുടെ സംഘടനയുടെ? ഈ കേരളത്തിലുള്ള ക്യാപ്റ്റീവ് എലിഫൻസിനെ മാനേജ് ചെയ്യുന്ന റൂളാണ് കേരള ക്യാപ്റ്റീവ് എലിഫൻസ് മാനേജ്മെന്റ് റൂൾ 2012. അത് ബേസ് ചെയ്തിട്ടാണ് കേരളത്തിൽ ഇത്രയും നാൾ എഴുന്നള്ളിപ്പുകൾ നടന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു റൂൾ ഉണ്ടാവാൻ തന്നെ കാരണം സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസിന്റെ ഭാഗമായി, അതിന്റെ ഓർഡറിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു റൂള് എല്ലാ സ്റ്റേറ്റിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞ് കേരളത്തിൽ കൂടുതൽ ഫെസ്റ്റിവൽസ് ഉള്ളതുകൊണ്ട് ആ കേസ് കൂടുതലും കേരളത്തിലെ ഇഷ്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഒരു ക്യാപ്റ്റീവ് എലിഫൻസ് മാനേജ്മെന്റ് റൂൾ 2012 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഈ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൂളിലെ കാര്യങ്ങൾ പോലും ഇംപ്ലിമെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി. അപ്പൊ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ള റെപ്രസെന്റേറ്റീവ്സ് ഫോറസ്റ്റിന്റെ ഒഫീഷ്യൽസ് ഉണ്ട്, ആനിമൽ വെൽഫെയർ ഫീൽഡിലുള്ള ആളുകളുണ്ട്, ആനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ നോമിനീസ് ഉണ്ട്, SPCയുടെ പ്രതിനിധികളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുകയും ആ തീരുമാനങ്ങളാണ് ഫീൽഡിൽ നടപ്പാക്കേണ്ടത് എന്നാണ് ക്യാപ്റ്റീവ് എലിഫൻസ് മാനേജ്മെന്റ് റൂൾ 2012 പറയുന്നത്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ഈ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾ പലതും ഫീൽഡിൽ നടപ്പാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മുടെ കൽപ്പാത്തി രഥോത്സവത്തിന് ആനകളെ ഉപയോഗിച്ച് തള്ളരുത് എന്ന് ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി സ്ട്രിക്റ്റ് ആയി അതിൽ എഴുതി വെച്ചിട്ടുള്ള മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ട് പോലും അവിടെ വിശാലാക്ഷി സമേത ക്ഷേത്രത്തില് ആനകളെ കൊണ്ട് രഥം തള്ളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് ഓർഡറിന്റെ വയലേഷൻസ് ആണ്. അപ്പൊ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് ഇതിന്റെ ഫൈനൽ അതോറിറ്റി ടു ടേക്ക് എനി ആക്ഷൻ. അപ്പോ അതിന് പോലും ആക്ഷൻ എടുക്കാൻ നമുക്കൊരു ഗരിമ അല്ലെങ്കിൽ സാംസ്കാരിക തനിമയുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് ഉത്സവങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന ഛായ, അതിന്റെ സാമൂഹികമായിട്ടുള്ള അതിന്റെ അടിത്തറകൾ. അപ്പോൾ ഈ ഉത്സവങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ അവരെ സംബന്ധിച്ചോളം വലിയ ആശങ്കയുണ്ട്. നമുക്ക് ഒരർത്ഥത്തിൽ പോലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. നമ്മുടെ പൗരാണികമായിട്ടുള്ള നമ്മുടെ ഉത്സവങ്ങളായാലും, അത് ഏറ്റവും ഉദാഹരണമായി തൃശ്ശൂർ പൂരമൊക്കെ നമ്മുടെ മുന്നിലുള്ള നമ്മൾ വളരെ സാംസ്കാരികമായിട്ടൊക്കെ ആഘോഷിക്കപ്പെടുന്ന അത്തരം രൂപങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലൊരു കർശന നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അത് അവരെ സംബന്ധിച്ചോളം അവർ പ്രകടിപ്പിക്കുന്ന ആശങ്കയും വസ്തുതകളല്ലേ? കർശന നിർദ്ദേശം വന്നാൽ അത് പാലിക്കപ്പെടാനായിട്ടുള്ള സംവിധാനം കൂടെ ഇതിലൊരു പ്രൊവിഷനായിട്ട് ഉൾക്കൊള്ളിക്കണം എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ നിർദ്ദേശങ്ങൾ, ഇതിനും കർശനമായ നിർദ്ദേശങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലോയിലുണ്ട്. അപ്പൊ അത് അതുപോലെ അങ്കുഷ് യൂസ് ചെയ്യാൻ പാടില്ല, അതായത് തോട്ടി, അതുപോലെ അയൺ അങ്കുഷ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള കോർട്ട് ഓർഡറുകളും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ ആരും തോട്ടി ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ കാണുന്നതാണ്. എല്ലാത്തിനും തോട്ടി വെച്ചിട്ടാണ് എല്ലാ ഇടയുന്ന ആനകളെ വലിച്ചു നിർത്തുന്നത്. പിന്നെ മുള്ളു ചങ്ങല അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശമുണ്ട്.
അതിവിടെ ആരെങ്കിലും പാലിക്കപ്പെടുന്നുണ്ട്? എത്രയോ ഇടഞ്ഞാനകൾ മുള്ളു ചങ്ങലിട്ടിട്ടാണ് റോഡിലൂടെ നടത്തിക്കുന്നത്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്താലും ആക്ഷൻ ഉണ്ടാവാറില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഈ കർശനമായ നിർദ്ദേശങ്ങൾ വന്നത് സാധാരണമാണെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റിംഗ് അതോറിറ്റിയും കൂടെ ഇതിന്റെ ഒപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് വെച്ചെങ്കിൽ മാത്രമേ ഈ ഓർഡറിലുള്ള ഒരു 50% കാര്യങ്ങളെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കൂ. അപ്പോ ഈ ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റി എടുക്കുന്ന കർശനമായ തീരുമാനങ്ങൾ ഫീൽഡിൽ നടക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇത്രയും ഹൈ പവർ ആയിട്ടുള്ള ഒരു അതോറിറ്റി സുപ്രീം കോടതി നൽകിയ സാഹചര്യത്തിൽ, ഡിസ്ട്രിക്ട് കളക്ടറാണ് അതിന്റെ ചെയർമാൻ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള വയലേഷൻസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലും പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷനിലോട്ട് പോകുന്നില്ല. ഈ സാംസ്കാരിക പൈതൃകം എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിലാണ് ആദ്യമായി ഉത്സവങ്ങൾക്ക് ആന ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് ഓക്കെ, ഇപ്പോ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല ബാക്കിയുള്ള മതാചാരങ്ങളിലും ആനകൾ ഉപയോഗിക്കുന്നതായിട്ട് കുന്നംകുളം ഭാഗത്തൊക്കെ ഒരുപാട് ആചാരങ്ങളിൽ ആനകള് അനാവശ്യമായി വലിച്ചഴക്കുന്നുണ്ട്. പിന്നെ ആനകൾ ലോറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പൂരപ്പറമ്പിലോട്ട് അല്ലെങ്കിൽ കെട്ടുന്ന സ്ഥലത്തോട്ട് പോകുന്നത് തന്നെ ഒരു ഘോഷയാത്രയും കൊട്ടുമൊക്കെ ആയിട്ടാണ്. അതൊന്നും അലൗഡ് അല്ല. ഓൾറെഡി ആ പരേഡിന്റെ സമയത്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് ആ ഒരു പരേഡിന്റെ സമയത്ത് ആ ഒരു കോലമേറ്റി അതിന് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ സ്പെസിഫൈഡ് ടൈമിൽ ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുപോയി അതേ സ്ഥലത്ത് ടെതർ ചെയ്യുക എന്നുള്ളതാണ് ആക്ച്വൽ റൂൾസ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് എന്താണ്? തലപ്പൊക്ക മത്സരങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അതൊന്നും അലൗഡ് അല്ല, പക്ഷെ നടക്കുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ റൂളിൽ വന്നിട്ടുള്ള പോയിന്റ്സ് എല്ലാം വാലിഡ് ആണെങ്കിലും അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള ആശങ്കയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായും ഞാൻ അങ്ങേലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഗിരീഷ് കുമാർ, അതായത് ഈ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചോളം നമുക്ക് അറിയാം, നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ഇത്തരം നമ്മുടെ രൂപങ്ങളോ നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങൾ, പ്രത്യേകിച്ച് പൂരത്തിൻ്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. കാരണം ഈ 5 മീറ്റർ ആനകൾക്ക് കൽപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ആ സ്ഥല പരിധി, അവിടെ എത്ര ആനകൾക്ക്, പിന്നെ ജനങ്ങളുമായിട്ടുള്ള അകലം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പ്രായോഗിക വശം പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. പൂരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നടത്തിപ്പുകാരെന്ന നിലയിൽ നിങ്ങളുടെ ആശങ്ക എന്താണ്? തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ആനകൾ നിരന്ന് നിൽക്കണം. ഈ 15 ആനകൾ തമ്മിലുള്ള 5 മീറ്റർ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കിലോമീറ്ററോളം വരും. പിന്നെ തൃശ്ശൂർ പൂരം നടത്തണ്ട, അതാണ് അജണ്ട എന്നുണ്ടെങ്കിൽ ശരിയാണ്. നമുക്കൊരു ആന കഴിഞ്ഞ് ഈ തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ പരിധി എന്താണെന്നറിയാം. പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എത്ര സ്ഥലം ഉണ്ടെന്നറിയാം. ഇതിൻ്റെ ഉള്ളിൽ 5 ആനകളെ നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ 5 മീറ്റർ മാറ്റി ഓരോ ആന തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 മീറ്റർ ആക്കണം. തെക്കോട്ടിറക്കത്തിന് 15 ആനയെ നിരത്തി നിർത്തുമ്പോൾ 5 മീറ്റർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ മാധ്യമ സുഹൃത്തുക്കൾക്ക് തന്നെ അറിയാം അത് എവിടെ വരെ എത്തും എന്നുള്ളത്. അതല്ല വേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും, അതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിന് ആന ഉടമസ്ഥരുണ്ട്, ആഘോഷ കമ്മിറ്റിയുടെ ആൾക്കാരുണ്ട്, പലതരമുണ്ട്. ഇപ്പോൾ നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് തന്നെ തിരുവമ്പാടി ദേവസ്വത്തിനും പാറമേക്കാവ് ദേവസ്വത്തിനും തൃശ്ശൂർ പൂരം നടത്താൻ പല അനുമതികളും സ്പെഷ്യൽ അനുമതികൾ തന്നിട്ടുണ്ട്. ആ സ്പെഷ്യൽ അനുമതികൾ അനുസരിച്ച് വെടിക്കെട്ട് നമുക്ക് രാത്രി നടത്താൻ, മറ്റുള്ള 10 മണിക്ക് ശേഷം നടത്താൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തിന് തൃശ്ശൂർ പൂരത്തിന് അനുമതി തന്നിട്ടുണ്ട്. അതുപോലെ ഓരോ സാഹചര്യം അനുസരിച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ. ഇളവുകൾ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് അത് വേണ്ട രീതിയിൽ അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് മോണിറ്ററിങ്ങിലൂടെയൊക്കെ തന്നെ നടത്തുന്നത്. നമ്മൾ ഈ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളതിൻ്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കേണ്ടി വന്നിട്ടുള്ളത്? അതെന്ത് പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് ആനയുടെ സുരക്ഷയ്ക്കൊപ്പം തന്നെ മനുഷ്യന്റെ സുരക്ഷ, പലപ്പോഴും ആനകൾ ഇടയുന്ന സാഹചര്യം, ഇതൊക്കെ നേരത്തെ വിവേക് എന്ന വ്യക്തി, വിവേകിനെ അറിയായിരിക്കും, താങ്കൾക്ക് അറിയാമായിരിക്കും, വിവേക് വിശ്വനാഥൻ, അവരുടെ വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ, ഇവരൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കൺസേൺ, ഒരു ആശങ്ക അതാണ്. അപ്പോൾ അതുകൂടി നമ്മൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഒരു ഇളവ് എന്ന നിലയിലേക്കാണോ താങ്കൾ അതും ഈ പറയുന്ന വിദഗ്ധ സമിതി ഉയർത്തുന്ന ഈ പ്രശ്നങ്ങളെ ന്യായമാണ് എന്നുകൂടി അഡ്രസ്സ് ചെയ്യുകയാണോ? അല്ല, വിദഗ്ധ സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർക്കൊരു ആനയെ കുറിച്ച്, ആനയുള്ളവരാണോ അല്ലെങ്കിൽ ഉത്സവങ്ങൾ നടത്തി ശീലപ്പെട്ടവരാണോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ഷേത്രാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരാണോ? ഈ ക്ഷേത്രാചാരങ്ങൾ മുഴുവൻ ഇല്ലാണ്ടാക്കലാണോ വിദഗ്ധ സമിതിയുടെ അവർ പഠിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് തോന്നണത് ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റേതായ കുറേ കീഴ്വഴക്കങ്ങളുണ്ട്. ഇപ്പം പുതിയത് കേട്ടു 65 വയസ്സായ ആനകളെ മുഴുവൻ എഴുന്നള്ളിപ്പിൽ നിന്ന് മാറ്റാൻ. ഈ 65, അപ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്താ ചെയ്യണേ? 65 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കൂ? ഇല്ല. ഞങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ വയസ്സായ ആനകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
ആ പ്രായമെത്തിയ ആനകളെ പരിചരിക്കാം, ഭംഗിയായി പരിചരിക്കും. എന്നും അതിനെ കുളിപ്പിച്ച് കുറി തൊടിയിച്ച് അതിന് വേണ്ട ശുശ്രൂഷകൾ നടത്തി. ഇതിന് ഒരു 2 പാപ്പാമാർ വേണം, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം ചെയ്യണമെങ്കിൽ അല്ലാണ്ട് 65 വയസ്സ് കഴിഞ്ഞാൽ ആനേനെ വിട്ടുകൊടുക്കുക. പിന്നെ 65 വയസ്സായാൽ അതിന് ചെറിയ ചെറിയ ശിവേലികൾ എടുത്തു, അതിന് ആരോഗ്യസ്ഥിതി പാലിക്കാൻ കുറച്ച് ദൂരം നടത്തിച്ചു. ഇതിനൊക്കെ ഒരു പാപ്പാന്മാരും അതിന് വേണം. അവർക്ക് എന്തെങ്കിലും, അവരും കുടുംബമുള്ളവരാണ്, അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ വിവേക് അക്കാര്യത്തിൽ. കാരണം ഈ 65-ന്റെ പരിധിയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ വേണം. നമുക്ക് തീർച്ചയായും സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഇവർ പ്രകടിപ്പിക്കുന്ന, കാരണം തൃശ്ശൂർ പൂരം നമുക്കറിയാം എത്രയോ വർഷങ്ങളായി നടക്കുന്നതാണ്, അതിന് ഇളവുകൾ ആ കോടതിയുടെ തലങ്ങളിൽ നിന്ന് പോലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചില കാര്യങ്ങൾ, ഈ വയസ്സിന്റെ കാര്യത്തിൽ പോലും ശ്രീ ഗിരീഷൊക്കെ പറയുന്ന ആശങ്കകൾ, അതിന് അടിസ്ഥാനമുണ്ടോ ശ്രീ വിവേക്? അതായത് 65 വയസ്സ് കഴിഞ്ഞാൽ ആനയെ കൊണ്ടുപോയി അങ്ങനെ അടച്ചു വെക്കാനല്ല പറയുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ അതായത് 65 വയസ്സിന് ആനയ്ക്ക് റിട്ടയർമെന്റ് കൊടുക്കുക. അപ്പൊ ഈ വയസ്സായ അച്ഛനമ്മമാരുടെ കാര്യം പറഞ്ഞു. റിട്ടയർമെന്റ് ആയിട്ടുള്ള ആളുകളൊന്നും പിന്നെ ജീവിതത്തിൽ പുറത്തിറങ്ങാറില്ലേ? റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ജോലിയിൽ നിന്ന് വിശ്രമം എന്നുള്ളതാണ്. അതായത് ആനയെ റിട്ടയർമെന്റ് 65 വയസ്സ് കഴിഞ്ഞാൽ ആനയെ കുളിക്കേണ്ടെന്നോ നനയ്ക്കേണ്ടെന്നോ കുറി തൊടിയിക്കേണ്ടെന്നോ ആരും പറഞ്ഞിട്ടില്ല. ആളുകൾ വരുന്ന സ്ട്രെസ് ഉള്ള ഒരു പ്രോഗ്രാമിലോട്ട് അതിനെ കൊണ്ടുപോയി അതിന്റെ ഫിസിക്കൽ ഹെൽത്ത് അതിനെ ബാധിക്കും എന്നുള്ള. 65 വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റീവ് എലിഫന്റ്സിന്റെ മാക്സിമം വയസ്സാണ് 65 വയസ്സ്. 65 വയസ്സായ ആനകളൊന്നും കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ വയസ്സെല്ലാം ഡാറ്റാബേസിലും ഡാറ്റാ ബുക്കിലും എല്ലാം റോങ് ആയിട്ടായിരിക്കും, ചെറുതാക്കിയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടായിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഡാറ്റാബേസ് തന്നെ 2010 ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റാബേസ് ആണ് എന്റെ അറിവില് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ്. അതിലുള്ള ഒരുപാട് ആനകളുടെ പേരുകൾ മാറിയിട്ടുണ്ട്, കസ്റ്റോഡിയൻ മാറിയിട്ടുണ്ട്, ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ശരി, തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഗിരീഷ് കേട്ട് കാണും വിവേക് പറയുന്നത്. കാരണം ഇതിൽ നമ്മൾ പ്രായോഗികമായി ഇത് മോണിറ്റർ ഇപ്പോൾ വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ സജഷൻസ് ആണ്. അത് മോണിറ്റർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നടപ്പാക്കുന്നില്ല, ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്ന പരാതിയാണ് പറയുന്നത്. ഗിരീഷ് കേൾക്കാമെങ്കിൽ. ശ്രീ വിവേക്, ഈ ഉത്സവങ്ങളുടെ കാര്യത്തിൽ, പൂരത്തിൻ്റെ കാര്യം, കാരണം ഇത്രയോ ലക്ഷോപലക്ഷം ആളുകൾ പങ്കെടുക്കുന്നതാണ്. ഈ പൂരത്തിൻ്റെ മഹിമയും ഈ ഗരിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആനയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അകലം പാലിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഒരു ഇളവ് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് ഇത്തരം ദേവസ്വങ്ങൾ ആവശ്യപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ വിവേക്? എന്നോടാണ് വിവേക് വിവേക് ഹലോ. കേട്ടെങ്കിൽ, ചോദ്യം കേട്ടെങ്കിൽ. വിവേകിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഗിരീഷ് കേൾക്കാമെങ്കിൽ. നേരത്തെ ഈ വിവേക് പറഞ്ഞ കാര്യങ്ങളും അതിൽ ഇപ്പോഴുള്ള കാര്യങ്ങൾ അത് കുറച്ചുകൂടി കർശനമാക്കേണ്ട സാഹചര്യമാണ് ഉള്ളതാണ്. കാരണം എല്ലാവരുടെയും സുരക്ഷ, ആന പരിപാലനത്തിൻ്റെ വ്യവസ്ഥകൾ ഇതൊക്കെ പാലിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് കുറച്ചുകൂടി കർശനമാക്കണമെന്നാണ് അവരുടെ ആവശ്യം. തൃശ്ശൂർ പൂരത്തിന് നാട്ടാന പരിപാലനവും എല്ലാ നിയമങ്ങളും പറഞ്ഞുകൊണ്ട് അത് പാലിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിനും തൃശ്ശൂരുള്ള ഒരുവിധം ആനകളും ഇതൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ മുന്നേ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ, ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ റോഡ് നനയ്ക്കണം. 4ഉം 5ഉം ടാങ്കർ ലോറി വെച്ച് റോഡ് നനച്ചിട്ടാണ് പൂരം മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ആന നിൽക്കുന്ന സ്ഥലത്ത് ചാക്ക് നനച്ചിടണം, അത് ചെയ്യുന്നുണ്ട്. മുകളിൽ ഷെയ്ഡ് വേണം, അത് ചെയ്യുന്നുണ്ട്. ഭക്ഷണം, അതായത് ഗിരീഷിലേക്ക് എത്താം. ചെറിയ സാങ്കേതിക പ്രശ്നം കൊണ്ട് ഇപ്പോൾ മിനിസ്റ്റർ, വനം മന്ത്രി ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളാണ് അത്. ഈ ആന പരിപാലനവുമായി ബന്ധപ്പെട്ട് വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഈ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര മീറ്ററാണ്, 5 മീറ്റർ അകലം പാലിക്കണം ആനകളെ നിരത്തി നിർത്തുമ്പോൾ. ആളുകളിലേക്കുള്ള അകലം അത് 10 മീറ്ററായി സ്ട്രിക്റ്റ് ആക്കണം. അങ്ങനെ ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഈ പൂരത്തിൻ്റെ നടത്തിപ്പുകാർ വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്.
ഇടപെടലിന് സാധ്യത ഉണ്ടോ? ഇനിയും ചർച്ചകൾ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കോടതിയാണ്. ഇപ്പോൾ വരുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? മാർഗനിർദ്ദേശങ്ങൾ അത് വന്നാലാണല്ലോ എന്തെല്ലാം പറയാൻ പറ്റുള്ളൂ. പൊതുവെ ഉള്ളവരാണെങ്കിൽ സ്വീകാര്യമാണ്, നമുക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ എന്താണെന്ന് അറിയാതൊരു കമന്റ്സ് മിനിസ്റ്റർ ഈ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടാണ്, റിപ്പോർട്ടിലെ പരാമർശങ്ങളാണ്, അതായത് പാലിക്കപ്പെടേണ്ടത് കൊണ്ടുവരേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. അല്ല മിനിസ്റ്റർ, ഒരു കാര്യം ഈ ശേഷം അഭിപ്രായപ്പെടണമെന്ന് പറയുന്നതായിരിക്കും പിന്നെ ആണ്. പക്ഷേ മിനിസ്റ്റർ, അതായത് വലിയ ആശങ്ക ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ബോർഡൊക്കെ ഉയർത്തിയിട്ടുണ്ട്, അതിന് അർത്ഥമുണ്ടോ? തീർച്ചയായും മിനിസ്റ്റർ, അത് അന്തിമ തീരുമാനത്തിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. ടി.എൻ. പ്രതാപൻ MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പ്രതാപൻ, ഇപ്പോൾ നമ്മോടൊപ്പം ഈ ചർച്ചയിൽ തിരുവമ്പാടി ദേവസ്വം ബോർഡിന്റെ പ്രതിനിധി ഉണ്ട്, ആന പ്രേമി, അവർ അസോസിയേഷൻ്റെ ആളുകളുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ വളരെ കർക്കശമായ നിർദ്ദേശങ്ങളാണ്. തൃശ്ശൂർ പൂരത്തിലെ ആശങ്കയാണ് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം ബോർഡ് പങ്കുവയ്ക്കുന്നത്. കാരണം നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഉത്സവങ്ങൾ, അതൊക്കെ ഈ വ്യവസ്ഥകൾ കർശനമാക്കി കഴിഞ്ഞാൽ അത് ആശങ്കപ്പെടുത്തുന്നതായിരിക്കില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. ഇടപെടേണ്ട സാഹചര്യമുണ്ടോ MP? തീർച്ചയായിട്ടും രണ്ട് തരത്തിൽ ഇടപെടണം. ഒന്ന്, സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെ കണ്ട് സംസാരിക്കണം. ഭൂപേന്ദ്ര യാദവിനെ കാണണം. സംസ്ഥാന ഗവൺമെന്റിന്റെ റെപ്രസെന്റേഷൻ കേന്ദ്രത്തിലേക്ക് വരണം. നാട്ടാനകളുടെ ക്ഷാമം നേരിടുകയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യം. അതിന് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് ഇതുവരെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല. പാർലമെന്റ് റൂൾസ് ഫ്രെയിം ചെയ്യാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്കും ഞാൻ ഇന്ന് രണ്ടുപേർക്ക് പാർലമെന്റിൽ വെച്ച് അവരുടെ ഓഫീസുകളിൽ കത്ത് നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് അടിയന്തരമായി പ്രധാനമന്ത്രി ഇടപെടണം, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഇടപെടണം. പാർലമെന്റ് പാസ്സാക്കിയ നിയമമുണ്ട്. നാട്ടാനകളുടെ സ്കേഴ്സിറ്റി ഉള്ളത് കൊണ്ട് ആനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിന് കൂടുതൽ സഹായം നൽകുന്നതിന് ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ കഴിയാതിരുന്നതുകൊണ്ട് പ്രധാനമന്ത്രി ഓഫീസിൽ രേഖാമൂലം ഞാൻ ഇന്ന് കത്ത് നൽകിയിട്ടുണ്ട്. അതിലെന്താണ് എന്ത് ഇളവ് വേണം അല്ലെങ്കിൽ എന്ത് ശ്രദ്ധ വേണമെന്നാണ് MP താങ്കൾ ആവശ്യപ്പെട്ടത്? ഞാൻ ആ കത്തിന്റെ കോപ്പി വേണമെങ്കിൽ മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തു തരാം. അത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അടിയന്തരമായി ഒന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് റൂൾസ് ഉണ്ടാക്കാതിരുന്നത് കൊണ്ട്, റൂൾസ് ഫ്രെയിം ചെയ്യാത്തത് കൊണ്ട് ആ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിയമം നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി റൂൾസ് ഫ്രെയിം ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. രണ്ട്, ഹൈന്ദവ ആചാരപ്രകാരം ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഉത്സവങ്ങൾ അത് ഹൈന്ദവ വിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ്. അത് ഉത്സവങ്ങൾക്ക് മാത്രമല്ല, ശീവേലി ഉൾപ്പെടെയുള്ള നിരവധി ഗുരുവായൂർ അമ്പലം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം രണ്ടു നേരം ശീവേലിക്ക് ആനകളെ എഴുന്നള്ളിക്കുന്ന സ്ഥലമാണ്. അപ്പൊ ആനകൾ, ഈ നാട്ടാനകളെ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഹിന്ദു ആചാര പ്രകാരമുള്ള ക്ഷേത്ര ആരാധനകളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് ആനകളെ കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കുന്നതിനും ഒക്കെ ഉള്ള ഈ പ്രയാസം ഉത്സവങ്ങളെ വളരെ ഗുരുതരമായി ബാധിക്കുകയാണ്. തൃശ്ശൂർ പൂരത്തിന് തന്നെ 200 പരം ആനകൾ തൃശ്ശൂർ പൂരത്തിന് തന്നെ സാധാരണ ആവശ്യമുണ്ട്. ഇതേപോലത്തെ ഓരോ സീസണിൽ നടക്കുന്ന 100 കണക്കിന് ഉത്സവങ്ങൾ, 1000 ഉത്സവങ്ങളാണ് കേരളത്തിലുള്ളത്. ഇത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കേരളത്തെയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായി പാർലമെന്റ് പാസാക്കിയ നിയമത്തിനനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് റൂൾസ് ഫ്രെയിം ചെയ്യണമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്കായ ഭൂപേന്ദ്ര യാദവിനും ഞാൻ രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. ഇതിന് സംസ്ഥാന ഗവൺമെന്റും ഈ കാര്യത്തിൽ ഇടപെടണം. കഴിഞ്ഞ ജനുവരി മാസം 31-ാം തീയതി, ഇക്കഴിഞ്ഞ ജനുവരി മാസം 31-ാം തീയതി സംസ്ഥാന വനം മന്ത്രി അനൂപ് ജേക്കബ് MLA-ക്ക് രേഖാമൂലം നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് കേരളത്തിൽ നാട്ടാനകളുടെ ദൗർബല്യം ഉണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നും മന്ത്രി ജനുവരി 31-ാം തീയതി അനൂപ് ജേക്കബ് MLA-ക്ക് നൽകിയ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതും ആവശ്യപ്പെട്ടില്ല എന്ന് തന്നെ
വനമന്ത്രി രേഖാമൂലം കൊടുത്ത മറുപടിയിൽ പറയുകയാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ കാണിക്കുന്ന നിരുത്തരവാദിത്തമാണ്. വനം മന്ത്രി ഈ 2024 ജനുവരി 31 അനൂപ് ജേക്കബ് MLA-ക്ക് നിയമസഭയിൽ കൊടുത്ത രേഖാമൂലമുള്ള മറുപടി തന്നെ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. പാർലമെന്റ് മെമ്പർ എന്ന നിലയിലും ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസി എന്ന നിലയിലും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിലും അതിനെ പിന്തുണ കൊടുക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഞാൻ ഇന്ന് പ്രധാനമന്ത്രിക്കും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്കും ഈ വിഷയം ടി.എൻ. പ്രതാപൻ MP പ്രതികരിച്ചത്. ഈ വിഷയം പാർലമെന്റ് ശ്രദ്ധയിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇടപെടൽ നടത്തി ഇന്ന് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് ടി.എൻ. പ്രതാപൻ MP മാതൃഭൂമി ന്യൂസിലൂടെ അറിയിച്ചത്. ശ്രീ വിവേക്, അതായത് എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പാർലമെന്റ് ശ്രദ്ധയിലേക്ക് ഇക്കാര്യം കൊണ്ടുവരുമെന്നാണ് ടി.എൻ. പ്രതാപൻ ഇപ്പോൾ നമ്മോട് പ്രതികരിച്ചത്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ ഇനി ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ പരിഗണിക്കപ്പെടേണ്ടി വരും എന്ന തോന്നലല്ലേ ഉള്ളത്? അതായത് ഇപ്പോ പൂരങ്ങൾക്ക് ആനകളുടെ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ ദൗർലഭ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതിന് പൂരങ്ങളുടെ എണ്ണം ഓരോ വർഷം തോറും കൂടി വരികയാണ്. സുപ്രീം കോടതി 2019 പുറപ്പെടുവിച്ച ഓർഡർ പ്രകാരം ആ ഓർഡർ വന്നിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാ പൂരങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ്. അതിനുശേഷമുള്ള പൂരങ്ങൾക്ക് രജിസ്ട്രേഷൻ കൊടുക്കണ്ട എന്ന് ഡിസ്ട്രിക്ട് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഓൾറെഡി ഓർഡർ പോയിട്ടുള്ളതാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പിലാക്കുന്നില്ല. കഴിഞ്ഞ വർഷം പോലും പൂരങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. പുതിയ കമ്മിറ്റികൾ ഉണ്ടാകുന്നുണ്ട്. 4 ജംഗ്ഷൻ 4 റോഡ് കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലങ്ങളിൽ 4 പേര് കൂടി ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി 4 ആനകൾ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതെല്ലാം എന്ത് ആചാരത്തിന്റെ ഭാഗമാണ്? ആചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലത്തിൽ ഒരു ദേവനാണുള്ളത്. ആ ഒരു ദേവനെ പുറത്തോട്ട് എഴുന്നള്ളിക്കാനായിട്ട് ഒരാന മതി, ഏറ്റവും കുറഞ്ഞത്. അല്ലെങ്കിൽ അതിന് കൂട്ടാളികളായിട്ട് 3 ആന. അത് കഴിഞ്ഞാൽ ഓരോ ജംഗ്ഷനിൽ നിന്ന് എന്തിനാണ് ഓരോ ആനകൾ വെച്ച് വരുന്നത് എന്നുള്ളതാണ് എനിക്കറിയാത്തത്. അപ്പൊ അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ആചാരങ്ങൾ ഇതിലോട്ട് വരുത്തി കൊണ്ടുവന്ന ആനകളുടെ ദൗർലഭ്യത ഇവിടെ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് പുതിയ ആനകളെ കാട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരാനായി അങ്ങനെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്താ പറയാ അതിനെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ എന്നുള്ള തീരുമാനം വരെ പല ചർച്ചകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കാട്ടിൽ നിൽക്കുന്ന ആനകളെ കണ്ട് നാട്ടിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ആരും വിചാരിക്കേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. കാട്ടിലുള്ള ആനകൾ കാട്ടിൽ തന്നെ. ശ്രീ ഗിരീഷ്, അവസാനമായി അതായത് ഇക്കാര്യത്തിൽ എന്തായാലും നിങ്ങളുടെ ദേവസ്വങ്ങളുടെ തിരുവമ്പാടിയായാലും പാറമേക്കാവായാലും ഇക്കാര്യത്തിൽ എന്തായാലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത് ടി.എൻ. പ്രതാപൻ അറിയിച്ചത് താങ്കൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ചർച്ചകളിലേക്കൊക്കെ എന്തായാലും അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നാണ്. ഇനിയുള്ള നിങ്ങളുടെ നീക്കം എന്താണ് വിഷയത്തിൽ? ഇപ്പം വിവേക് ഞാൻ പറഞ്ഞത് കേട്ടു. വിവേക് പറഞ്ഞത് തെറ്റാണ്. പുതിയ പൂരങ്ങൾക്കൊന്നും ഈ മോണിറ്ററിംഗ് കമ്മിറ്റി ഒരു അനുമതിയും കൊടുക്കുന്നില്ല. എല്ലാം പഴയ പൂരങ്ങൾ തന്നെയാണ്. അത് തെറ്റായതാണ്. പിന്നെ കാട്ടിലെ ആനകളെ കണ്ട് നാട്ടിലെ പൂരങ്ങൾ നടത്തണ്ടെന്നുള്ളത് അതിന് ഉത്തരം വ്യക്തമായിട്ട് ടി.എൻ. പ്രതാപൻ ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞു. ഇവിടത്തെ ആനകൾ ചെരിഞ്ഞു പോകുമ്പോൾ ഇവിടെ ആനകൾക്ക് വർക്ക് ലോഡ് കൂടുന്നു. സ്വാഭാവികമായും ഇവിടെ 400-500 ആനകൾ ഉണ്ടാകുന്നത് അത് 200 ആനകളിലേക്ക് കുറയും. ഇപ്പൊ തൃശ്ശൂർ പൂരത്തിന് ഒരു വിഭാഗത്തിന് ഏറ്റവും ചുരുങ്ങിയത് 100 ആനകൾ വേണം. അത് എന്താ വെച്ചാൽ ഇവർക്ക് മാറ്റം കൊടുക്കാൻ, ഇവർക്ക് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെയും പിറ്റേ ദിവസം കാലത്ത് വരെയും 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരത്തിൽ അറ്റ് എ ടൈം ഒരേ ആനകളല്ല, മാറി മാറി അവർക്ക് കൊടുക്കണമെങ്കിൽ നമുക്കൊരു 100 ആനയെങ്കിലും ഇവിടെ ഉണ്ടാവണം. ആ 100 ആനയ്ക്ക് നമ്മളിപ്പോൾ തൃശ്ശൂരല്ല കേരളം മുഴുവൻ ഓടിയാലും നമുക്ക് 100 ആനയെ കിട്ടാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ മോണിറ്ററിംഗ് കമ്മിറ്റി അല്ല അവിടെ പ്രശ്നം. ഇതിനെക്കുറിച്ച് പഠിക്കാണ്ട് ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ് എന്താണ് അവിടുത്തെ വിഷയം. വർക്ക്ലോഡ് കൂടില്ലേ? എന്താണ് ചെയ്യേണ്ടത്? മറുപടി. അതായത് വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടി പൂരങ്ങളുടെ എണ്ണം കുറച്ചാൽ എന്താ പ്രശ്നം? അതായത് പുതിയ പൂരങ്ങൾ പുതിയ കമ്മിറ്റികളുടെ എണ്ണം കുറയ്ക്കണം. ഒരു ഉത്സവത്തിന് ഇപ്പൊ കുന്നംകുളം ഭാഗത്തെ പൂരം നോക്കുകയാണെങ്കിൽ അടുക്കുട്ടി പള്ളി പെരുന്നാൾ, ചന്ദനക്കുടം നേർച്ച, അങ്ങനെ ആ നേർച്ച ഈ നേർച്ച പള്ളി പെരുന്നാൾ, അതെല്ലാം പൂരങ്ങൾ അങ്ങോട്ട് കുറയ്ക്കാൻ ഇല്ല. വേണ്ട അതങ്ങനെ കുറയ്ക്കണം. അല്ലാതെ പിന്നെ എങ്ങനെ പൂരം കൂടുന്നതിനനുസരിച്ച് ആനകളെ പിടിച്ചുകൊണ്ടുവരാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതായത് പൂരം കൂടുമ്പോൾ ആനകളെ പിടിച്ചു കൊണ്ടുവന്ന ആനകളുടെ എണ്ണം കൂട്ടുന്നത് എങ്ങനെയാ നടക്കുക? അത് നടക്കില്ല. അനുമതിയും തന്നിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നടക്കേണ്ടത്. ഒരു പൂരം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആയിക്കോട്ടെ, ആന വന്നില്ലെങ്കിൽ ബലൂൺകാർ വരാണ്ടിരിക്കാൻ പറ്റുമോ? ആന വന്നില്ലെങ്കിൽ ബലൂൺകാർക്ക് എന്താ പ്രശ്നം? ആന വന്നില്ലെങ്കിൽ ബലൂൺകാരും വിവേക് ജീവിക്കണമെങ്കിൽ എത്ര ആള് വിവേകിന്റെ കൂടെ എത്ര ജോലികൾ വിവേക് ചെയ്യണം?
വിവേകിനെ വളർത്തിക്കൊണ്ടുവന്ന് അന്ന് മുതൽ ആയിക്കോട്ടെ. അച്ഛനമ്മമാരെ എന്തെല്ലാം ജോലികൾ എടുത്തിട്ടുണ്ടാവും, ഏതെല്ലാം കാര്യങ്ങൾ ആയിക്കോട്ടെ. ചെയ്തിട്ടുണ്ടാവും. വിവേക് മാത്രമല്ലല്ലോ അതായിക്കോട്ടെ. ഈ ലോകം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായം മാത്രമോ അല്ലെങ്കിൽ വാക്കിംഗ് ഐ ഫൗണ്ടേഷന്റെ അഭിപ്രായം മാത്രമല്ല, മൊത്തം അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതായത് എണ്ണം കൂടുന്നു, പൂരങ്ങളുടെ എണ്ണം കൂടുന്നു, ആനകളുടെ എണ്ണം കുറയുന്നു. അതാണ് ആഘോഷം Yes. ഉത്സവാഘോഷത്തിന്റെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ കൂടിയിരുന്നിട്ട് നിങ്ങളൊരു ചർച്ച ചെയ്യൂ. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, അല്ലാണ്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയോ വന്ന് ഇതങ്ങനെയല്ല 5 മീറ്റർ വേണം 10 മീറ്റർ വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പൂരത്തിനും അതിൻ്റെതായ സ്ഥല പരിമിതികളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്കൊരു സംശയമുണ്ട്. ഒരു സംശയം അതിനുള്ള സൗകര്യം ചില സ്ഥലങ്ങൾ ടൗണിനുള്ളിലാണ്. അപ്പൊ അതിനുള്ളിൽ ഒരു സംശയം ചോദിച്ചോട്ടെ. ആയിക്കോട്ടെ, ഒരു സംശയം. അതായത് ഇപ്പൊ ഒരു ആനയുടെ വീതി തന്നെ ടോപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 2-2.5 മീറ്റർ ഉണ്ടായിരിക്കും ഒരു ആന വയറ് നിറഞ്ഞ് നിൽക്കുന്ന ഒരു ആനയുടെ വീതി. അപ്പൊ ആ ആനയെ കഴിഞ്ഞ് ഒരു 2-3 മീറ്റർ കഴിയാതെ അടുത്ത ആനയെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ കൂടെ പാപ്പാന്മാർക്ക് നടക്കണം, പാപ്പാന്മാർക്ക് പട്ട കൊണ്ടുപോയി കൊടുക്കണം, ആനകൾക്ക് ചിലപ്പോൾ തിരിയും വളയും ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ആനകൾക്ക് ചെവി ആട്ടേണ്ടി വരും. അതിനൊക്കെയുള്ള സ്ഥലമാണ് ഈ 5 മീറ്റർ എന്ന് പറയുന്നത്. 5 മീറ്റർ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ടല്ല ആനയെ നിർത്തുന്നത്. അവസാനമായി നമുക്ക് എങ്ങനെയാണ് ഇടപെടൽ സാധ്യമാവുക? അത് എന്റെ വിവേക, ഇത് പൂരത്ത് നിൽക്കുന്ന 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആണ് ഈ പ്രശ്നം. ബാക്കി 23 മണിക്കൂറും ഇവര് മുട്ടിയിട്ടല്ല, ഇവര് സെപ്പറേറ്റ് തന്നെയാണ് നിൽക്കണേ. ഈ പൂരത്തിന് നിൽക്കുമ്പോൾ 1 മണിക്കൂറോ 1.5 പൂരത്തിന് മാത്രം തന്നെയാണ് പ്രശ്നം. അതൊരു പ്രശ്നമല്ല. അതൊരു പ്രശ്നമല്ല. മണിക്കൂറിന്റെ ഒന്ന് അടുത്ത് നിന്നുകൊണ്ട് നിൽക്കണ്ട. ഒരാനയുടെ വലിപ്പ പാപ്പാമാർക്ക് അതിന്റെ ഉള്ളിൽ കൂടെ പോകാനൊക്കെ ഇതുവരെ ഇത്ര നാളും ഇവരൊക്കെ ഇതിനെ കൂടെ പോയിരുന്നല്ലോ, തീറ്റയും കൊടുത്തിരുന്നല്ലോ, ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതായത് വിവേകിനെ പോലുള്ള ആൾക്കാർ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തില് ഓരോ പ്രസ്താവനകൾ ഇറക്കണ്. ഈ പ്രസ്താവനകളാണ് ഈ നാടിന്റെ ശാപാണ്. നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ഈ കാര്യങ്ങൾ ശ്രീ വിവേക് ഒപ്പം ഗിരീഷ് അതിഥികൾക്ക് ഒപ്പം നേരത്തെ പ്രതികരിച്ച മിനിസ്റ്റർ ഒപ്പം എം പിക്കും നന്ദി അറിയിക്കുന്നു. ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, കാരണം നമ്മുടെ നാടിന് ഉത്സവങ്ങൾ ഒരിക്കലും നമുക്ക് അന്യമാകാൻ പാടില്ല. കാരണം നമ്മുടെ നാടിൻ്റെ ഗരിമ, സാംസ്കാരിക തനിമയുടെ ഒക്കെ തന്നെ ഭാഗമാണ്, വിശ്വാസത്തിൻ്റെ ഒക്കെ തന്നെ ഭാഗമാണ് നമ്മുടെ ഉത്സവങ്ങൾ. ഒപ്പം ആനയുടെ സുരക്ഷയും നമ്മുടെ സുരക്ഷയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിഥികൾക്ക് നന്ദി.